നമസ്കാരം. അമേരിക്കയിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിലക്കയറ്റം ഭയന്നുകൊണ്ട് ആൾക്കാർ കൂട്ടമായി വന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ട്രംപിൻ്റെ ഈ പുതിയതായിട്ട് വരുന്ന കൊണ്ടുവരുന്ന ഈ തിരിവുകളാണ് ഇപ്പോൾ ഇത്തരമൊരു വിലക്കയറ്റത്തിലേക്ക് അമേരിക്കയെ കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UK, അതായത് ബ്രിട്ടൻ, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ എല്ലാ രാജ്യങ്ങൾക്കും തന്നെ, അതായത് ഇത്തരം രാജ്യങ്ങളെല്ലാം അമേരിക്കയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇത്തരം രാജ്യങ്ങൾക്കുൾപ്പെടെയാണ് ഇപ്പോൾ ഇത്തരമൊരു താരിഫ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തായ്വാനും ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം തന്നെ അത് വളരെ കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ. അതിനാൽ തന്നെ തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾക്കും അമേരിക്കയിൽ വില കൂടാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഈ വില കൂടുന്നതിന് മുമ്പ് മാക്സിമം അത് ഈ ഒരു പ്രൈസിൽ തന്നെ, ഇപ്പോൾ ഉള്ളൊരു പ്രൈസിൽ തന്നെ വാങ്ങിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്കയിലുള്ള ജനങ്ങൾ. കാരണം ഇത്തരം ഉപകരണങ്ങൾ, അതായത് ഈ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം തന്നെ അതിൻ്റെ കമ്പോണൻസ് ഒക്കെ മിക്കതും വരുന്നത് ചൈനയിൽ നിന്നാണ്. സോ അവിടുന്ന് ഇറക്കുമതി ചെയ്യാൻ നേരത്ത് ഇനി ഇറക്കുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം തിരിവുകളും കൊടുത്തതിന് ശേഷം മാത്രമേ, അതിനാൽ തന്നെ അതിൻ്റെ ഒരു വില ഇനി വാങ്ങാൻ പോകുന്നവർക്ക് വില തീർച്ചയായിട്ടും കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾ നമ്മുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 26% ചുമത്തിയിരിക്കുന്നത്. അത് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറവ് മാത്രം. നമ്മൾ പാകിസ്ഥാൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 29% ഉണ്ട്. ചൈനയ്ക്ക് 34% ഉണ്ട്. സോ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. അതിനിടെ അമേരിക്ക സന്ദർശിക്കാനായിട്ട് നെതന്യാഹു, അതായത് ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നെതന്യാഹു ഒരുങ്ങുന്നു എന്ന രീതിയിലൊരു വാർത്ത വരുന്നുണ്ട്. നമുക്കറിയാം, ഇതിനു മുമ്പ്, അതായത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റ് ആയതിനു ശേഷം ഇത് രണ്ടാമത്തെ തവണയാണ് നെതന്യാഹു അമേരിക്കയെ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഡേറ്റോ കാര്യങ്ങളോ, ഇന്ന തീയതി ഇന്ന സമയത്ത് അമേരിക്ക വിസിറ്റ് ചെയ്യും എന്നതിനെക്കുറിച്ച് ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയധികം പ്രാധാന്യത്തോടെ കാണുന്ന ഒരു സന്ദർശനമായിരിക്കും ഈ ഒരു നെതന്യാഹുവിൻ്റെ അമേരിക്കൻ സന്ദർശനം. ഇപ്പോൾ നെതന്യാഹു ഉള്ളത് ഹംഗറിയിലാണ്. ഈ നെതന്യാഹുവിന് ഇതിനു മുമ്പ് ICC, അതായത് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ ഒരു അറസ്റ്റ് വാറണ്ട് നിലനിൽപ്പുണ്ട്. അതിനാൽ തന്നെ ഈ നെതന്യാഹുവിന് മറ്റ് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇൻ കേസ് ഏതെങ്കിലും ഒരു രാജ്യത്ത് വിസിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് വെച്ച് ഈ വാറണ്ട് ഉള്ളതിനാൽ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു സാധ്യത ഈ ഹംഗറിയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഹംഗറി ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ICCയിൽ നിന്ന് തന്നെ അവർ പുറത്തായി. ഞങ്ങൾ ഇനി ഇല്ല എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അതായത് അതിനാൽ തന്നെ ഇനി ഈ നെതന്യാഹു ഹംഗറിയിൽ എത്തുകയാണെങ്കിൽ തന്നെ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ബാധ്യത ഹംഗറിക്ക് വരില്ല. ഈ ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, അയാളുടെ പേര് വിക്ടർ ഓർബൻ എന്നാണ്. ഈ പുള്ളി ഭയങ്കരമായിട്ട് ഈ നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. കുറച്ച് നാൾക്ക് മുമ്പ്, അതായത് ഈ ICC നെതന്യാഹുവിനെതിരെ ഈ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആ ഒരു സമയത്ത് ഈ ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരുന്നത്, അതായത് നെതന്യാഹുവിനെ ഹംഗറിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു എന്നാണ്. അതായത് ICCയുടെ വാറണ്ടൊക്കെ അവിടെ നിൽക്കട്ടെ, ബട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹംഗറി സന്ദർശിക്കാം എന്ന് തന്നെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ചത്. അന്ന് ആ ഒരു സമയത്ത് അതിന് ഭയങ്കരമായിട്ടൊരു വാർത്താ പ്രാധാന്യമൊക്കെ നമുക്ക് തോന്നിയൊരു വാർത്തയായിരുന്നത്. പുള്ളിയുടെ ഒരു പ്രസ്താവനയുണ്ട്, കുറച്ച് വിചിത്രമായിട്ട് എനിക്ക് തോന്നി. അതായത് ICC ഒരു രാഷ്ട്രീയ കോടതിയായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് പുള്ളി ഒരു പ്രസ്താവനയിൽ പറയുന്നത്. അതായത് നെതന്യാഹുവിനെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഈ ഒരു തീരുമാനം അത് വ്യക്തമാക്കുന്നതാണ്. അതായത് ഇതൊരു രാഷ്ട്രീയ കോടതിയാണ് എന്ന രീതിയിലുള്ളൊരു കാര്യം വ്യക്തമാക്കുന്നതാണ് ഈ ഒരു നെതന്യാഹുവിനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള തീരുമാനമെന്നാണ് ഇദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയൊരു പ്രസ്താവനയിൽ പറയുന്നത്. ഇത്രയധികം കാര്യങ്ങൾ ഹംഗറി നെതന്യാഹുവിനും ഇസ്രയേലിനും വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നെതന്യാഹു ഇപ്പോൾ പറയുന്നുണ്ട്, വളരെയധികം ധീരമായിട്ടുള്ളൊരു കാര്യമാണ് ഹംഗറി ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നതെന്നൊക്കെ. അതായത് ഈ ICCയിൽ നിന്ന് പിന്മാറിയ കാര്യം വളരെയധികം ധീരമായൊരു പ്രവൃത്തിയാണ് എന്നാണ് ഈ നെതന്യാഹുവും പറയുന്നത്. സോ ഇതൊക്കെയാണ്, ചെറിയൊരു വീഡിയോയാണ്. ഇതിൻ്റെ അകത്തൊരു നമ്മുടെ വേൾഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കഴിവതും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. നമസ്കാരം.